പത്തനംതിട്ട കലഞ്ഞൂർ ആനന്ദ് കൊലക്കേസിൽ പ്രതി ശ്രീകുമാറിന് ജീവപര്യന്തം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പ്രതി ദയ അർഹിക്കുന്നില്ലെന്നതും നടന്നത് അങ്ങേയറ്റം ഹീനമായ കുറ്റകൃത്യമാണെന്നതും ശിക്ഷ വിധിച്ച പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞു. 2023 ഫെബ്രുവരിയിലാണ് ആനന്ദുവിനെ ശ്രീകുമാർ തലക്കടിച്ചു കൊന്നത്. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ശ്രീകുമാർ അനന്തുവിനെ തലക്കടിച്ചു കൊന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം കലഞ്ഞൂർ കനാലിന്റെ 1/2 കിലോമീറ്റർ അകലെ ഇരിക്കുകയായിരുന്ന അനന്തുവിനെ സുഹൃത്തുക്കൾ പോയതിനു പിന്നാലെ ശ്രീകുമാർ കമ്പിവടി കൊണ്ട് തലക്കിടിക്കുകയായിരുന്നു. കനാലിൽ വീണുള്ള മരണം KP ആക്ട് 57 അനുസരിച്ചാണ് ആദ്യം പോലീസ് രജിസ്റ്റർ ചെയ്ത്. പിന്നീട് വിശദമായ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണെന്നും മനസ്സിലായത്. ഈ കൊലപാതകമാണെന്ന് പറയാനുള്ള കാരണം ഈ പ്രതിയുടെ ഭാര്യയുമായിട്ട് മരണപ്പെട്ട അനന്തു എന്ന് പറയുന്ന വ്യക്തിക്ക് അവിഹിത ബന്ധമുണ്ടെന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ് പ്രതി ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തി അബ്സ്കോണ്ടിങ് ആയിട്ടുള്ളത്. തലക്കടി കൊണ്ട് കൊല്ലപ്പെട്ട അനന്തുവിന്റെ മൃതശരീരം കനാലിൽ തള്ളി. 2 ദിവസത്തിനു ശേഷമാണ് അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകം നടന്ന സ്ഥലത്തും കനാലിലേക്ക് മൃതദേഹം വലിച്ചു കൊണ്ടുപോയ വഴിയിലും ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. പോലീസിന് ഇത് ശേഖരിക്കാൻ കഴിഞ്ഞത് കേസിൽ നിർണായകമായി. മൃതദേഹം കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ അനന്തു കൊല്ലപ്പെട്ടതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും അനന്തുവിന്റേത് മുങ്ങിമരണമല്ല എന്ന് തെളിയുകയും ചെയ്തു. കൊലപാതകം നടന്ന് 2 ദിവസത്തിനകം അനന്തുവിന്റെ അയൽവാസിയായിരുന്ന ശ്രീകുമാർ പിടിയിലായി. പരമാവധി സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിച്ചു. പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതോടെ ശ്രീകുമാറിന് ജീവപര്യന്തം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും വിധിക്കുകയായിരുന്നു. ദൃക്സാക്ഷികളായിട്ട്, അതായത് ഐ വിറ്റ്നസ്സായിട്ട് ഒരു സാക്ഷികളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലീസ് ശേഖരിച്ച സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ലൈഫ് ഇംപ്രിസൺമെൻറ്റും കൂടാതെ 4 ലക്ഷം രൂപയും പിഴയുമാണ് 302 സെക്ഷനിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 201 അനുസരിച്ച് 25,000 രൂപ പിഴയും 2 വർഷം ശിക്ഷയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ദയാർഹിക്കാത്ത കുറ്റമാണ് പ്രതി ചെയ്തതെന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് 3ാം കോടതി ജഡ്ജി പറഞ്ഞു. കേസിൽ കൂടൽ പോലീസ് പരമാവധി തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കൊല്ലപ്പെടുമ്പോൾ 28 വയസ്സായിരുന്നു അനന്തുവിന്റെ പ്രായം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.